ഞങ്ങളുടെ നേതാവ് റസൂലുള്ളയാണ് ഈ ചോദ്യം ആദ്യം ചോദിച്ചത്. അൽമനാറുള്ള ഉസ്താദുമാരല്ല ആദ്യം ചോദിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ സ്വഹീഹായ ഹദീസിൽ കാണാം, റസൂലുള്ളാഹിയുടെ മുമ്പിൽ ഒരടിമ പെണ്ണിനെ കൊണ്ടുവരപ്പെടുകയും ആ പെണ്ണിന്റെ ഈമാൻ ഒന്ന് പരിശോധിക്കാൻ വേണ്ടി റസൂല പെണ്ണിനെ ഇന്റർവ്യൂ നടത്തുകയാണ്. ഇന്റർവ്യൂ നടത്തുമ്പോൾ റസൂലുള്ള രണ്ട് ചോദ്യമാ ചോദിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം തന്നെ അയ്നല്ലാഹ്, ഓ പെണ്ണേ അല്ലാഹ് എവിടെയാണ് സഹോദരി? അപ്പ ആ പെണ്ണ് വഅശാറത്ത്, അവളുടെ കൈയങ്ങ് മുകളിലോട്ട് ചൂണ്ടിയിട്ട് അല്ലാഹ് ഫിസ്സമാ, അല്ലാഹ് മുകളിലാണ് നബിയേ എന്നങ്ങ് ചോദിച്ചപ്പോ ഉടനെ റസൂലുള്ള ചോദിച്ചതെന്താ? ഓ ഈ അൽമനാർ വായിക്കുന്ന അൽമനാറിന്റെ വരിക്കാർത്തിയ പെണ്ണ്, ഈ അൽമനാറിന്റെ വരിക്കാർത്തിയ ഈ KNM-ന്റെ മെമ്പറാ, MGM-ന്റെ മെമ്പറാ എന്നാ ചോദിച്ചത്? അല്ല. റസൂലുള്ളാഹിന്റെ ചോദ്യം ഉത്തരം നന്നായിട്ട് പിടിച്ചു. അപ്പൊ രണ്ടാമത്തെ ചോദ്യം മൻ അനാ, ഞാനാരാ മോളെ? നീ പറഞ്ഞല്ലോ അല്ലാഹ് മുകളിലുണ്ടെന്ന്, ഇനി എനിക്കറിയേണ്ടത് ഞാനാരാന്നാ നീ മനസ്സിലാക്കിയത്? ഉടനെ പെണ്ണ് തിരിച്ചു പറയുന്നു അൻത റസൂലുള്ളാഹ്, നബിയേ നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ എന്താ റസൂലുള്ളാഹ് പറഞ്ഞത്? അവളോട് സലാം പറയാൻ പാടില്ല, അവൾ അല്ലാഹ് ആകാശത്തിലാണ് വിശ്വസിക്കുന്ന മുജാഹിദിന്റെ മെമ്പറാ, അവളെ പിടിച്ച് പുറത്താക്ക് എന്നാ പറഞ്ഞത്? അല്ല. പിന്നെന്താ പറഞ്ഞത്? അവളെ എവിടെ പെണ്ണോളെ ഞാൻ ആരും കെട്ടിച്ചു കൊടുക്കരുത്, അവളെ വീട്ടിലേക്ക് ആരും പോകരുത് എന്നാണോ പറഞ്ഞത്? അല്ല. പിന്നെന്താ പറഞ്ഞത്? സ്വഹാബിയോട് പറയുന്നു അഅ്തിഖ്ഹാ, ഈ അടിമ പെണ്ണിനെ ഇനി വെച്ചുകൊണ്ടിരിക്കല്ല, അവളെ മോചിപ്പിച്ച് സ്വതന്ത്രയാക്കിക്കോ. ഫഇന്നഹാ മുഅ്മിനത്തുൻ, ആ പെണ്ണ് മുഅ്മിനത്തായ പെണ്ണാണ് കേട്ടോ, അവള് ബിദ്അത്തുകാരി അല്ല കേട്ടോ, അവൾ ഈമാനുള്ള പെണ്ണ് തന്നെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാരോട് പറഞ്ഞിട്ടില്ലേ പേരോടെ? മൂപ്പര് ആദ്യം കേൾക്കുക അയ്നല്ലാഹ്, അല്ലാഹ് എവിടെ? അൽമനാറിൽ ആദ്യത്തെ പരസ്യാണ്. ഹദീസ് ഓതി പഠിക്കാതെ ആദ്യം തന്നെ സലാത്തി അല്ലി പിരിവ് വാങ്ങാൻ വേണ്ടിട്ട് സ്റ്റേജിൽ കയറി പരിചയമായപ്പോൾ ഇപ്പൊ നോക്കണ്ടേ, ഇതൊക്കെ ഒന്ന് പഠിച്ചിട്ട് പറയണ്ടേ? ഇനി അല്ലാഹ് ഇറങ്ങുന്നു ഞാൻ പറഞ്ഞില്ലേ, ബുഖാരി ഇമാമിന്റെ കിതാബ് തൗഹീദ് തന്നെ ഇനി വായിക്കുന്നത്. അല്ലാഹ് ഇറങ്ങുന്നുള്ള വിഷയം അതിലില്ലേ? യദുല്ലാഹി നയിലില്ലേ? ഇസ്ബൽ അല്ലാഹുടെ വിരലി നയിലില്ലേ? സാഖ് നയിലില്ലേ? അല്ലാഹുടെ ഖദമ് നയിലില്ലേ? സൈനബ ബീവി എപ്പോഴും ഇങ്ങനെ ഫഖ്ർ പറയാറുണ്ട്, എല്ലാ പെണ്ണുങ്ങളെയും ചൂണ്ടിയിട്ട് പറയാറുണ്ട്, പെണ്ണുങ്ങളെ നിങ്ങൾക്കൊക്കെ അല്ലാഹുവിന്റെ റസൂലുള്ളാഹിനെ പുതിയാപ്പിളയായിട്ട് കിട്ടിയത് ഭൂമിയിൽ വെച്ച് നിക്കാഹ് നടന്നിട്ടാണ്. എന്നെ നിക്കാഹ് ചെയ്തത് എവിടുന്നാ? മോളുന്നാണ്, 7 ആകാശത്തിന്റെയും മുകളിലുള്ളവനാ എന്റെ നിക്കാഹ് നടത്തിയെന്ന് സൈനബ ബീവി പറയില്ലേ? അത് കിതാബ് തൗഹീദിലില്ലേ? ഇസ്തവ എന്ന് പറഞ്ഞ ഐ അല എന്ന കിതാബ് തൗഹീദിലില്ലേ? ഇല്ലേ? ഇനി നിങ്ങൾ നോക്കൂ, അതിൽ തന്നെയാ ഹദീസ് യതനസ്സലു റബ്ബുനാ തബാറക വതആല കുല്ല ലൈലത്തിൻ ഇലസ് സമാഇ ദുനിയാ ഹീന യബ്ഖി സുലുസുൽ ലൈലിൽ ആഖിർ. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹു ഇറങ്ങി വരും എല്ലാ ദിവസവും ഒന്നാം ആകാശത്തിലേക്ക്. എന്നിട്ട് അല്ലാഹ് പറയും ഫയഖൂലു, അല്ലാഹ് പറയും മൻ യദഊനി, ആരുണ്ട് എന്നോട് ദുആ ചെയ്യാൻ ഞാൻ അവന് ഉത്തരം കൊടുക്കാം, ആരുണ്ട് എന്നോട് ചോദിക്കാൻ ഞാൻ അവന് നൽകാം, ആരുണ്ട് എന്നോട് പൊറുക്കലിനെ തേടാൻ ഞാൻ അവന്റെ പാപം പൊറുക്കാം. 7494 നമ്പർ ഹദീസ് എവിടെ? ബുഖാരിയിലെ കിതാബ് തൗഹീദിൽ പഠിച്ച പേരോട് ഒരു മൂപ്പര് പറയണം എന്താ അറിയോ? അല്ലാഹ് ഇറങ്ങുമെന്ന് പറയാൻ പറ്റില്ല. പിന്നെന്താ? ഇറങ്ങുമെന്ന് പറയാൻ പാടില്ല എന്നല്ലേ ഇവര് മുമ്പ് പറഞ്ഞത്? കണ്ടോ, മുത്തശാബിഹായ ആയത്തുകൾക്കും ഹദീസുകൾക്കും ബാഹ്യാർത്ഥം പറയരുതെന്നും വിശ്വസിക്കുന്ന ഇസ്ലാമിക വിശ്വാസത്തിലേക്ക് മടങ്ങിക്കൂടേനാ നമ്മളോട് ചോദിച്ചത്. വാഴക്കാട്ട് ചോദിച്ചതാ ഇസ്ലാമിക വിശ്വാസം എന്താ? ബാഹ്യാർത്ഥം പറയാനേ പാടില്ല. ഇവിടെ മൂപ്പര് പറഞ്ഞു ഇറങ്ങുന്നു അല്ലേ? എന്നിട്ട് മൂപ്പര് പറയണേ ഇറങ്ങുന്ന എന്താ? റഹ്മത്ത് ഇറങ്ങുന്നാണ്. എന്ത് പൊട്ടത്തരായി പറയുന്നു? അല്ലാഹ് ഇറങ്ങുന്ന റഹ്മത്ത് ഇറങ്ങുന്നാണ്, അല്ലെങ്കിൽ മലക്ക് ഇറങ്ങുന്നാണ്. എന്നാ ബാക്കി വായിച്ചാൽ എന്താ അർത്ഥം പറയാം? എന്നിട്ട് ഫയഖൂലു, ഇറങ്ങിയിട്ട് അല്ലാഹ് പറയുന്ന മൻ യദൂനി, ആരുണ്ട് എന്നെ വിളിക്കാൻ. അപ്പൊ റഹ്മത്താ വിളിച്ചു പറയണത്? റഹ്മത്ത് വിളിച്ചു പറയണ ആരുണ്ട് എന്നെ വിളിക്കാൻ? അല്ലെങ്കിൽ മലക്കാ വിളിച്ചു പറയണ എന്നോട് ചോദിച്ചോളിൻ. ഇന്ന് മലക്കോ റഹ്മത്തോ അല്ല വിളിച്ചു പറയുന്നത് പേരോടെ? അല്ലയാ പറയുന്നത്. അതുകൊണ്ടാ മുസ്ലിമീങ്ങൾ ആ സമയത്ത് യാ അല്ലാഹ്, യാ റഹ്മാൻ, യാ റഹീം, യാ ഗഫാർ എന്ന് അള്ളാനെ വിളിക്കുന്നത്. മറിച്ച് അള്ളാഹുടെ റഹ്മത്തെ പൊറുക്കണേ, അള്ളാഹുടെ റഹ്മത്തെ പാപം പൊറുക്കണേ, അള്ളാഹുടെ മലക്കുകളെ പാപം പൊറുക്കണേ എന്നല്ല വിളിക്കാറുള്ളത്.
ഇറങ്ങുന്നത് അള്ളാഹ് തന്നെയാണ്, അവൻ അനുയോജ്യമായ നിലക്ക്. അതുകൊണ്ടാ അപ്പോ ഇതൊക്കെ ഇങ്ങനെ ധാരാളം ഹദീസുകൾ സുഹൃത്തുക്കളെ കിതാബ് തൗഹീദ് പറയേണ്ടി വന്നത് എന്തുകൊണ്ടറിയോ?